ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായി വരാൻ പോകുന്ന ഒരു ഐറ്റം, ഒരുപാട് ചിരിക്കാനും നല്ലൊരു ഫീൽ ഗുഡ് ഒക്കെ ആയിട്ടാണ് അടുത്ത ഐറ്റം നമ്മുടെ അരങ്ങിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ആ ഐറ്റം കണ്ടാലോ? ഓക്കെ, അപ്പൊ വേദിയിൽ എത്തുന്നു നമ്മുടെ സ്വന്തം സൂര്യശ്രീ ചേച്ചി, വിഷ്ണു ആൻഡ് രാജേന്ദ്രൻ ചേട്ടൻ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഞാൻ നീക്കി ഇനി മുത്തശ്ശി കളി. എന്തുവാടാ ഈ കാണിക്കുന്നേ? നിര കളിക്കുമല്ലേ? നിര കളിക്കുന്നതാണോ? പിന്നെ എടാ, ഞാൻ കഴിക്കാനുള്ള ഗുളിക പറക്കി വെക്കുന്ന നീ കണ്ടില്ലായിരുന്നു? എടാ, ഇത് ഷുഗറിന്റെ, ഇത് പ്രഷറിന്റെ, ഇത് രണ്ടും കൂടെ കൊളസ്ട്രോളിന് കഴിക്കുന്നതാ. ഇത് 1 മണിക്കൂർ തെറി വിളിക്കാതിരിക്കും. 1 മണിക്കൂർ തെറി വിളിക്കാതിരിക്കാനൊക്കെ? എടാ, ഈ ഗുളിക ഞാൻ എടുത്ത് കഴിച്ചാ പിന്നെ 1 മണിക്കൂർ അങ്ങ് ഉറക്കവാ. പിന്നെ ഞാൻ ആരെ തെറി വിളിക്കാനാ? എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാടാ? പിന്നെ ഈ ഗുളിക അങ്ങ് സെറ്റോടെ കഴിക്കാൻ പറ്റുമോ? എന്തിനാടാ? ഇന്നത്തെ ദിവസം ഞങ്ങൾ തെറി കേൾക്കണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കായിരുന്നു. സമാധാനമില്ലല്ലോടാ. എടാ, നിനക്ക് സമാധാനമില്ലല്ലോ. എന്നെ കൊണ്ട് നിനക്ക് സമാധാനം. നിനക്ക് എന്റെ ദൈവമേ, ഒന്ന് എഴുന്നേക്കുന്നത് തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലാണ്. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനിത്? എന്നെ കൊണ്ട് നിനക്കൊരു സമാധാനക്കേടുണ്ടല്ലോ. എടാ, നിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നേ പൊടിയേന്നും പറഞ്ഞിട്ടാ എന്നെ കൊണ്ട് നടന്ന് നിനക്കറിയാമോടാ? എന്നിട്ട് ഈ പറയുന്ന ഭർത്താവ് എങ്ങനെയാണ് മരിച്ചുപോയത്? സ്വാഭാവിക മരണമായിരുന്നു. പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി അവര് തല്ലിക്കൊന്ന എങ്ങനെയാ സ്വാഭാവിക മരണമാവുന്നത്? എടാ, കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി നാട്ടുകാർ പിടിച്ചു തല്ലുന്നത് സ്വാഭാവികം, തല്ലുകൊണ്ട് ചാകുന്നതും സ്വാഭാവികം. അതൊരു സ്വാഭാവിക മരണമല്ലയോ? എന്നാലും സ്വഭാവം കൊള്ളുകയല്ലെന്ന് പറയരുത് കേട്ടോ. ആരെയാടാ നീ കിടന്ന് കുറ്റം പറയുന്നേ? ഈ ഉണ്ടാക്കിയിട്ടേക്കുന്നത് മൊത്തോ എന്റെ കെട്ടിയോനല്ലയോ? ഇന്നലെ രാത്രി നീ ആ കട്ടിലെ മലന്ന് കിടന്നില്ലയോ? എനിക്ക് വേണ്ടി എന്റെ കെട്ടിയോൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന കട്ടിലേലാ നീ കിടന്നത്. പറ്റിയത് പറ്റി. ഇനി മേലി ഞാൻ അമ്മൂമ്മയുടെ കട്ടിലേക്ക് കയറി കിടക്കത്തില്ല. എന്നാടാ കാര്യം? വിൻസെന്റ്, സത്താറ്, പ്രേം നസീർ, മധുസാറ്, പണ്ടത്തെ ചോക്ലേറ്റ് ബോയ്സ് എല്ലാം രാത്രി എന്റെ സ്വപ്നത്തിൽ വരുവാ ആ കട്ടിലേക്ക്. ഇനി അവരോട് ഞാൻ സംസാരിക്കണം അല്ലേ? അതല്ല, ഒരു കാലമാടാ, ഒരു കാലമാ. എടാ, നീ ആശുപത്രി പോയിട്ട് എന്തോ ആയടാ മക്കളെ? അത് പറയാൻ ഞാൻ മറന്നുപോയി. മുത്തശ്ശിയുടെ 16 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ വിചാരിക്കുന്ന സമയത്ത് നീ എനിക്ക് 16 അടി എന്തര നടത്തുവോടാ? നീ നടത്തുവോ? എനിക്ക് നടത്തുവോ? അയ്യോ, അതല്ല പറഞ്ഞത്. എന്തോ പറഞ്ഞത്? ആശുപത്രിയില് മുത്തശ്ശിയുടെ ടോക്കൺ നമ്പർ 16 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതാണ് പറഞ്ഞത്. എന്റെ മക്കളെ, ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്ന എനിക്ക് അധിക കാലം ഒന്നും ഇല്ലെന്നാണോ പറഞ്ഞേക്കുന്നത്? എന്നോട് പറഞ്ഞേക്കുവാ ഇനി ചെല്ലുന്ന സമയത്ത് എസ്ര കൊണ്ട് ചെല്ലണോ? അത് പൃഥ്വിരാജിന്റെ സിനിമയല്ലേ? എസ്ര. അതല്ലടാ, ഇരുട്ടുമുറി കയറിട്ട് അസ്ഥികൂടത്തിന്റെ ഫോട്ടോ എടുക്കത്തില്ല. നോക്കടാ, ഇതെന്താ ചാവാറായെന്നാടാ തോന്നുന്നത്. എന്താ കാരണം പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. തലയിൽ ഏതാണ്ട് ഞരമ്പ് പിണഞ്ഞു കിടക്കുവാന്ന് പറയുന്നടാ. എക്സ്റേ എടുക്കാൻ പോയപ്പോ എന്റെ മോള് ചിന്നുകുട്ടിയുടെ സ്ലൈഡും കുത്തിക്കൊണ്ടാ പോയതല്ലേ? എന്നാ ഇത് ഞരമ്പ് പറഞ്ഞതല്ല, സ്ലൈഡ് പറഞ്ഞതാ. മനസ്സിലായാ? മക്കളെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടടാ. എന്തുവാ? രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് വല്ലതാണോ? അത് സീരിയസ് ആയിട്ട് എടുത്ത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ നീ അത് ആരോടും പറയല്ലടോ മക്കളെ. ഞാൻ പറയത്തില്ല, പറ. ഒരു കുഴിമന്തി കഴിക്കണം എനിക്ക്. കുഴിമാന്തണ്ട പ്രായത്തി കുഴിമന്തി തിന്നണോന്ന് അവർക്ക്. എന്റെ പൊന്നു മുത്തശ്ശി, എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. നിങ്ങൾക്കറിയാവോ? കാർഡ് മഞ്ഞയായോണ്ട് മാത്രം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നു. മൂത്തവന് ഇളയവനും ചൂണ്ടയിടാൻ പോകുന്നുണ്ട്. മീൻകറിയുടെ കാര്യം അങ്ങനെ അങ്ങ് പോകും. പിന്നെ 6 വയറ് നിറയ്ക്കാൻ ഞാൻ ഇവിടെ കിടന്ന് പെടുന്ന പാട് നിങ്ങൾക്കറിയാവോ? അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ കുഴമ്പ്, തൈലം, എണ്ണ ഇതെല്ലാം ഞാൻ നോക്കണ്ടേ മുത്തശ്ശി? അപ്പൊ ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലോടോ മക്കളെ? ഏകദേശം മനസ്സിലായി തുടങ്ങിയല്ലേ? അങ്ങനാണെങ്കിലേ മുത്തശ്ശി നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പക്ഷെ അത് കേൾക്കുമ്പോ എന്റെ മക്കൾക്ക് സങ്കടം വരുമെന്ന് എനിക്കറിയാം. പിള്ളേരുടെ ബിസ്ക്കറ്റ് വല്ല എടുത്ത് അമൃതം മുടി എടുത്ത് കുറുക്കി കുടിച്ചാ പിന്നെ എന്ത് വിഷയം? പക്ഷെ അത് കേൾക്കുമ്പോ എന്റെ മക്കൾക്ക് സങ്കടം വരുമെന്ന് എനിക്കറിയാണ്. എന്നെ മുത്തശ്ശി, ഇടുക്കിയിലില്ലേ എന്റെ മൂത്ത മോരായന്റെ വീട്ടിൽ ഞാൻ കുറച്ചു ദിവസം പോയി അങ്ങ് നിക്കാവടാ. അപ്പൊ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ ഈശ്വര. ആക്സിഡന്റ് ഡയലോഗും രണ്ട് വഴി. എന്നെ
കരയിച്ച് കൊല്ലല്ലേ മുത്തശ്ശി. ഇപ്പൊ ഇവിടുന്ന് പോവാൻ ഇവിടെ എന്താ ഉണ്ടായേ? ആ എടാ മക്കളെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൊച്ചുമക്കളെ എല്ലാരെയും എനിക്കൊന്ന് കാണാൻ പറ്റുവടാ. അത് ശരിയാണ് മുത്തശ്ശി പറഞ്ഞത് ന്യായമുണ്ട്. കൊച്ചുമക്കളെ കണ്ട് ഭഗവാൻ പാദം പൂർണ്ണമെന്ന് ആഗ്രഹം വരും. ശരിയാണ്. അത് മാത്രല്ലടാ, ഈ സിറ്റിക്കകത്താന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു ശുദ്ധവായു ഇല്ല. ഇവിടുന്ന് എനിക്ക് പോലും കിട്ടാനില്ല. അവിടെ ചെന്നാ നല്ല ശുദ്ധവായു കിട്ടും. നല്ല ശുദ്ധമായി അവിടെ നിന്ന് എനിക്ക് അനുഭവം ഉണ്ട്. അത് പോണം. പിന്നെ എന്റെ കെട്ടിയോന്റെ ഓർമ്മകൾ മൊത്തവും കിടക്കുന്നത് അങ്ങ് ഇടുക്കിയില്ല. അത് ശരിയാട്ടോ. അതുമല്ല, അങ്ങാരെ അടക്കിയതിന്റെ അടുത്ത് തന്നെ എന്നെ അങ്ങ് അടക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഒരു സ്ത്രീ പൂർണ്ണയാവുന്നത്. അതെ. സ്വന്തം ഭർത്താവ് അടക്കിയെടുത്ത് വെല്ലിമേനെ കൊണ്ട് അടക്കണം. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാന്നാന്നോടാ നീ പറയുന്നത്? അമ്മുമ്മ അങ്ങോട്ട് പോയി നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പൊക്കോട്ടെ. അങ്ങനെയാണ്. എന്ത് പൊക്കോ? നിനക്കൊരു വിഷമവും ഇല്ലയോടാ അങ്ങനെ പോകുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നെഞ്ചത്തൊരായിരം മുള്ള് കുത്തി ഇറങ്ങുന്ന വേദനയുണ്ട്. എന്നാലും മുത്തശ്ശി ഒറ്റക്കാലെ പോണോന്ന് പറഞ്ഞ് തപസ് ചെയ്യുമ്പോ ഞാൻ എന്തോ പറയാനാ? എനിക്കൊരു കാര്യം ഉറപ്പാ. എന്താ? ഞാൻ ഇവിടെ കിടന്ന് ചാവുവാണെങ്കിൽ സർവോപരി എച്ചിയായ നീ എന്നെ ഇടുക്കിയിലോട്ട് കൊണ്ടുപോയി അവിടെ അടക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. അപ്പൊ ആ മോന്റെ അടുത്ത് പോയി തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്? വാവ്, മക്കൾക്ക് ഇത്രയും സൗകര്യം ഉണ്ടാക്കി തരുന്ന ഒരു മമ്മി ലോകത്ത് വേറെ എവിടെയും കാണത്തില്ല. ഇതായിരിക്കും നല്ലത്. ഇതാകുമ്പോ ഞങ്ങളൊരു ടോറസ് വിട്ട് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പൊ ഞാൻ എന്നാ ചിറ്റപ്പനെ വിളിച്ചു പോട്ടെ. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട്. എന്തിനാ ഒരാഴ്ച ആവണം? സ്പോട്ടിൽ വിട്ടോ. ഹലോ, ആ ചിറ്റപ്പ. അയ്യോ, ഇവിടെ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം ചിറ്റപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, അവിടെ പിള്ളേരെയൊക്കെ കാണണം, ഇനിയുള്ള ശിഷ്ട ജീവിതം അവിടെ മതിയെന്ന്. അയ്യോ, പുള്ളിക്കാരി കഴിക്കുന്നില്ല, അങ്ങോട്ട് വരണമെന്ന് തന്നെയാ പറയുന്നത്. ആ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവോ ചിറ്റപ്പനെയൊക്കെ കാണാനായിട്ട്. പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ആ സ്റ്റാൻഡ് വരെ എത്തിക്കാം. ആ ഓക്കെ. ഇല്ലാത്ത കാര്യമൊക്കെ അല്ലയോടാ നീ ഇപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തത്? ഇരിക്കട്ടെന്ന് ഒരു കൊണ്ടുപോട്ട്. എന്തിനാടാ കള്ളത്തരം പറഞ്ഞത്? എന്തിന്? നിന്റെ കെട്ടിയോള് വന്ന് ഞാൻ കഴിച്ചിട്ട് ശേഷമേ ഇവിടുന്ന് ഞാൻ പോകുന്നുള്ളൂ. അത് വേണ്ട, അതിന് മുന്നേ പൊക്കോ. അവക്ക് പിന്നെ സങ്കടമാവും. പിന്നെ മുത്തശ്ശി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങണോന്നാണോ നീ പറയുന്നത്? അതായിരിക്കും നല്ലത്. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. അല്ലേലും എനിക്കറിയാവടാ. ഞാൻ എന്തായാലും ഒന്ന് പറയാൻ നോക്കിയിരിക്കുവായിരുന്നു ഇവിടെ തന്നെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട്. എന്റെ ദൈവമേ, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടോ കേട്ടോ. EMI അടയ്ക്കണം, ഇൻസ്റ്റാൾമെന്റുകാരന് പൈസ കൊടുക്കണം, ഇതിനൊക്കെ ഞാൻ തന്നെ കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ കാര്യം. ഇതിങ്ങനെ പോട്ടെ, സാരമില്ല, സഹിക്കാം. അല്ല ഇപ്പം എന്ത് ചെയ്യാനത്? നീ കിടന്നിങ്ങനെ കരയുന്നേ? ഇല്ല, എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. ആണ്ടെ 2:30 ബസ്. എനിക്ക് വാ. അയ്യോ, ഇവിടെ ഇരുന്ന് മുടുക്കരുത്. ബസ് പോകുമ്പോ ബസ് ഇരുന്ന് തുപ്പിയ വിഷയം എനക്ക്. ഇത് മുറുക്കാനാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? എടാ, എന്റെ കെട്ടിയോ നിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തോരം സ്വർണ്ണം ഇട്ടോണ്ടാന്നറിയാവോ എന്നെ ഇടുക്കിയിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? അന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ വെറുതെ അങ്ങനെ അങ്ങ് ചെന്നാ മതിയോടാ? അങ്ങാർക്ക് അത് നാണക്കേടല്ലയോ? പിന്നില്ലേ. ഞാൻ ഭയങ്കര ശ്രദ്ധ. ഇപ്പൊ സാഡ് മ്യൂസിക് കേൾക്കുന്നില്ല. പെട്ടെന്നാണ് ആര് പറഞ്ഞു മുത്തശ്ശിയെ ഭയങ്കര ഇഷ്ടമാന്നേ? ഞാൻ കണ്ടതാ. നിനക്കൊന്നും എന്നെ ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്തശ്ശീനെ ഞാൻ പറഞ്ഞു വിടത്തില്ല. ഇനിയുള്ള ശിഷ്ട മുടിയൊക്കെ കെട്ട്, ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ മുത്തശ്ശീനെ എന്റെ വീട്ടിലാ നിർത്തുള്ളൂ. ഞാൻ വേണ്ട,
നിനക്കെന്നാ ഞാൻ നീ ഒരുത്തൻ നിന്റെ തന്ത മാത്രമല്ല എനിക്കൊരു മോനുള്ളത്. ഇടുക്കിയിലും ഉണ്ട് എനിക്കൊരു മോൻ. ഞാൻ അവിടെ നിന്നോളാം. എന്റെ കൊച്ചുമക്കളെ മൊത്തവും കണ്ട് ഞാൻ അവിടെ ഏത് കൊച്ചുമക്കള്? ഏത് കൊച്ചുമക്കളാണ് ചോദിച്ചത്? ഇത്രയും കാലം ഒരു കൊച്ചുമക്കളും വേണ്ടായിരുന്നല്ലോ. ഞാനല്ലേ നോക്കിയത്? ഞാനല്ലേ നോക്കിയത്? ഇപ്പൊ പൊട്ടിമുളത്ത് ഒരു കൊച്ചുമക്കളുണ്ടാക്കിയത്. പോവണ്ട, ഞാൻ വിടത്തില്ല. ഞാൻ എടാ ഇവിടെ ശുദ്ധവായു ഇല്ലടാ. അവിടോട്ട് പോയാ ഇച്ചിരി കാറ്റും വെളിച്ചവും കിട്ടുവടാ എനിക്ക്. എന്റെ ദൈവം, ഇത് ആര് പറഞ്ഞു തന്ന്? പാലക്കാട് ഒരു വായു, ഇവിടെ ഒരു വായു, അവിടെ ഒരു വായു, എല്ലായിടത്തും ഒറ്റ ഓക്സിജൻ. അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ അങ്ങ് നിന്നാ മതി. പോവാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ചെറുക്കൻ ഇതെന്തോ പറ്റിയടാ? എന്റെ കെട്ടിയോന്റെ ഓർമ്മ മൊത്തവും കിടക്കുന്നത് അവിടെ. ഞാൻ വിടത്തില്ല ഇടുക്കിയിലോട്ട്. ചെറുക്കൻ ഇതെന്തോ പറ്റി? എടാ എന്നെ അടക്കുമ്പം അങ്ങാരിന്റെ തൊട്ടപ്പുറത്ത് അടക്കണം, അങ്ങാരി ഇപ്പുറത്ത് കിടക്കണം. ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. മുത്തശ്ശി പേടിക്കണ്ട. മുത്തശ്ശനെ ഇപ്പോൾ അടയ്ക്കാ പോരെ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ വിളിച്ചു വരുത്തി ആസ്തി കൂടെ നിങ്ങൾ അടുത്ത് ഞാൻ കൊണ്ടിട്ടോളാം. എന്നാലും ഇടുക്കിയിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ നിന്നാ മതി. എടാ എനിക്ക് അങ്ങാരുടെ അടുത്ത് തന്നെ എന്നെ അടക്കണോന്നല്ലയോ ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മുത്തശ്ശൻ മരിച്ച് മുത്തശ്ശീനെ തൊട്ടടുത്ത് അടക്കിയെന്ന് മുത്തശ്ശി അറിയുന്നുണ്ടോ? ഇല്ല. മുത്തശ്ശി മരിച്ച് മുത്തശ്ശന്റെ അടുത്ത് അടക്കുന്നുണ്ട് മുത്തശ്ശി അറിയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ കാശ് മുടക്കി അങ്ങോട്ട് പോണത്? ഇവിടെ എങ്ങാനും നിന്നാ പോരെ. പോവണ്ടായോ അപ്പൊ ഞാൻ? പോവണ്ട. അല്ലേലും എനിക്കറിയാം നീ എന്നെ ഒരു പാവ കളിപ്പിക്കുവാന്ന് എനിക്കറിയാം. കുറച്ച് നീ പറയൂ, ഇത് അത് പറയും. ഇപ്പൊ നീ ഇത് പറയുന്നു. ഇതൊക്കെ ഊരി വെക്കണേ. എന്തോ കാര്യത്തില് എന്റെ അലമാരി വെച്ചാൽ മതി. സേഫാ. 68 കൊല്ലം ഞാൻ ഇത് പാത്തു വെച്ചെങ്കിൽ എനിക്ക് ഇനി ഇത് പാത്തു വെക്കാൻ അറിയാം. ആണല്ലേ? ഊരി വെക്കണേ കേട്ടോ. ദൈവമേ, ഇനി ഒരു പുതിയ സ്പോട്ട് കണ്ടുപിടിക്കണത്. എന്റെ ഭഗവതി, ഇത്രയും കാലം ഞാൻ നിധി കാക്കുന്ന ഭൂതത്തെ ആയിരുന്നോ കാത്തു സൂക്ഷിച്ചോണ്ട് വെച്ചിരുന്നു? എന്റെ ബെരോസേ, എന്റെ പൊന്നിയേട്ടാ, ഇതിവിടെ ഇരുന്നിട്ടാണ് പലിശക്കാരൊക്കെ വരുമ്പോ ഞാൻ ഈ ചാക്കിന്റെ ചൂട്ടിൽ പോയി കിടന്ന് ഇങ്ങനെ കടന്ന് ഉറങ്ങിയത്. അപ്പൊ പോലും ഞാൻ അറിഞ്ഞില്ല നിധി അതിന്റെ അടിയിൽ ഇരിക്കുന്നതെന്ന്. ഇനി മുത്തശ്ശീനെ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കരുത്. പുള്ളിക്ക് ഒരു മോനുണ്ട്, ഒരു വെട്ടുകിളി. പുള്ളിനെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുത്തശ്ശീനെ എനിക്ക് തന്നെ വേണം. അയ്യോ ചിറ്റപ്പൻ, എന്റെ അമ്മ നിനക്കൊരു ഭാരമല്ലോ. അങ്ങനെ ഒന്നും ഇല്ല. നീ എന്റെ അമ്മ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നു. എടാ ചിറ്റപ്പന്റെ കൈയുടെ ചൂടേലും അറിയാമോ? ഞാൻ പറയാ. എടാ എനിക്ക് അവിടെ കൊണ്ടുപോയി സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയേക്കുന്നത്. രാവിലെ ആണെങ്കിൽ അവള് തേയില പറിക്കാൻ പോവും, പിന്നെ അനിയനാണെങ്കിൽ കുരുമുളക് പറിക്കാൻ പോവും, പിന്നെ ഞാനാണെങ്കിലോ മഞ്ഞളിന് കള പറിക്കാൻ പോവും. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവിടെ ഈ പറിക്കല് മാത്രമേ ഉള്ളൂ, ആരും ജോലിക്ക് പോകാറില്ല. എടാ അതാണോ പറഞ്ഞു? എടാ അമ്മ ഇപ്പൊ അവിടെ കൊണ്ടുപോയാലുണ്ടല്ലോ, എടാ അവിടെ നോക്കാനും കാണാനും ആരുമില്ലെന്ന്. അത് ശരിയാണ്. പറഞ്ഞ മനസ്സിലായോ? എടാ ആശുപത്രി ഉള്ളൊരു സ്ഥലമല്ല, അതറിയാമോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോട്ടെ, അതിന് പോലും അവിടെ ആരും. അതുകൊണ്ട് എന്റെ നീ അമ്മ ആവശ്യമില്ലാതൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടാ ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ അറിയാമോ? പിന്നെ ഒരു കാര്യം കൂടെ പറ. എന്റെ അമ്മ ഇവിടെ ആക്കിയേക്കുന്നത് നിന്റെ അച്ഛൻ നാണ്ട ചത്ത് നാണ്ട തനക്ക് മീതെ നിൽക്കുന്നു, അറിയാമോ? പുള്ളിക്കാരൻ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നോക്കിയില്ലെങ്കിൽ എന്റെ മക്കൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ അമ്മ ഇവിടെ നിർത്തിയത്. പറഞ്ഞ മനസ്സിലാവും? എന്റെ അമ്മയെ വല്ലതും പറഞ്ഞ ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ കാണാലോ. അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഇടുക്കിന്ന് വന്നപ്പോ അമ്മയ്ക്ക് ഒരു സാധനം കൂടെ കൊണ്ടുവന്നു. ഇടുക്കി ഗോൾഡാണോ? അതാണോടാ പെറ്റാളേക്ക് കൊടുക്കുന്ന? പിന്നെ അടാ ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ അറിയാം. ആരാടാ അത്? രായനാണോടാ? അമ്മേ ഇതെന്തിനാ ഈ സഞ്ചിയായിട്ട് വന്നിരുന്നുണ്ട്? ഞാൻ എന്റെ കയ്യിലല്ലോ ഈ സഞ്ചി ഇരിക്കുന്നത്. നിനക്കെന്തോ ചെയ്തോണ്ട് മാറി നിക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് മാറണം. അമ്മ ഇങ്ങോട്ട് വരട്ടെ. ഓ എന്റെ രായനാണോടാ? എടാ നീ പണ്ടത്തെ കാട്ടിലും അങ്ങ് വൃത്തികേടായി പോയല്ലോടാ മോനെ. ഈ കൂടലൊക്കെ എന്ത് കോലം കെടാനായി? എന്തുവാടാ നിന്റെ കയ്യിൽ ഒരു കവറ്? അമ്മ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാ. അവള് നുള്ളിയതാ. നിന്റെ കവിളത്തോ? അതാണോ അവള് നുള്ളിയ തേയിലാന്നത്? അല്ല ഇതൊക്കെ ഒരാളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കടുപ്പം കിട്ടും, നല്ല സൂപ്പറായിട്ട് കട്ടൻ ചായ കുടിക്കും. അയ്യോ അത് പച്ചക്കറിയില്ലല്ലോ. എന്താടാ ഇതിന്റെ കൂടെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ കുടിച്ച് അകത്ത് കിടന്ന് അങ്ങ് തിളക്കത്തില്ലേ? എന്നാ നീ കുറച്ച് പഞ്ചാര കൂടെ എടുത്തോണ്ട് വേണം. അവർക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തൂടെ വയറ്റിനകത്ത് കിടന്നു. ഇടുക്കിയിൽ എന്നാ ഉണ്ടാ വിശേഷം? അയ്യോ വിശേഷത്തിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ പൊന്നമ്മച്ചി. സാമ്പത്തികമായിട്ട് വളരെ പരുങ്ങല. പിന്നെ അത് മാത്രമാണോ, ഇളയ മോക്കടെ കല്യാണം വരാൻ പോകുന്നു. എന്റെ കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ ഇല്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടോ?
എന്തിനു പറയുന്നു? ഒരു ഇച്ചിരി സ്വർണം മേടിക്കാൻ ഒരു മുട്ടുപിന്നു പോലും എന്റെ കയ്യിലില്ല. വിഷമിക്കണ്ടാ, എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും. നാട്ടുകാർ പറയുന്നത് എന്റെ കയ്യിൽ ഏതോ കനകക്കട്ടി ഉണ്ടെന്നാ പറയുന്നത്. 2:30 മണിക്കാണ് ബസ് പോണ്ടേ. എന്റെ രായ ഞാൻ പറയട്ടെ, എന്തായാലും നീ ഇടുക്കിന്ന് ഇവിടെ വരെ വന്നു. ഇന്ന് ഈ കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പം നിനക്കൊരാശ്വാസം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. എന്ന് ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അണിഞ്ഞൊരുങ്ങി പോണോന്നാ. എന്തുവാ അണിഞ്ഞൊരുങ്ങി പോണോന്നാ എന്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞേക്കും. അവനെന്റെ സങ്കടം കണ്ടോട്ട് അവൻ കിടന്നു. എന്തുവാടാ അമ്മ? എത്ര പ്രാവശ്യം അമ്മ കൂട്ടിക്കൊണ്ടു പോയാൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഈ നാറി എന്നെ ഇവിടെ കേട്ടിട്ടില്ല. ഞാനോ? അമ്മ, അമ്മേനാണ് എന്റെ മക്കളും ഭാര്യയും അവിടെ കിടന്ന് വിളിയോട് വിളി. ഇവൻ വിടത്തില്ല. 20 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതൊന്നുമല്ല, അമ്മുമ്മയുടെ ഓർഗൻസ് കണ്ടിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ കിടന്ന് ചാടുന്നത്. ഈ സ്വർണം എടാ, അത് ഓർണമെന്റ്സ്. അതുകൊണ്ട് അറിയാതെ മണ്ണുകൊണ്ടിട്ട് വന്ന് അമ്മേനെ ഞാൻ കൊണ്ടുപോകും. ഞാൻ പൊന്നുപോലെ നോക്കും അമ്മ. പെട്ടെന്ന് എന്തുവാടാ ഇവനൊരു സ്നേഹം എന്റെ അടുത്ത്? അതൊന്നും അല്ല, ഇവൻ വർഷങ്ങളുണ്ട് എന്നെ ഇവിടെ കയറ്റാതെ. ഞാൻ ഇവിടെ പണിയെ വന്ന് നിന്നിട്ട് ഇവ എന്നെ കയറ്റി. നിങ്ങളുടെ മോൾക്കും ഭാര്യയ്ക്കും അമ്മനെ കാണരുതല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോനെ, ആ കുഞ്ഞുങ്ങളും വല്യമ്മച്ചിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാക്കടുത്ത് വായിലോട്ട് ഇടത്തില്ല. അതിനാ താൻ കയറി പിടിക്കുവോ? പോവാതെ അപ്പൊ താൻ കൊണ്ടുപോകല്ലേ? ഞാൻ കൊണ്ടുപോകും. ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ? 916. എന്നാ തന്നെ തല്ലി കൊന്നിട്ടാണേലും ഞാൻ മുത്തച്ഛ ഇവിടെ നിർത്തുകയോ? ഇതിന്റെ അവകാശം ഞാനാ. ഈ പ്രോപ്പർട്ടിയുടെ അവകാശം ഞാനാ അവരുടെ പോയി. ഫസ്റ്റ് ഹാഫ് ഞാൻ കളിച്ചു കയറ്റി, സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ഞാൻ, അപ്പൊ ക്ലൈമാക്സ് ബാക്കി നിനക്കൊണ്ടാക്കാൻ തരത്തില്ല ഞാൻ. അങ്ങനെ വേണ്ട, ഇത് നിയമപരമായിട്ട് കഴിയണം. പുറത്തേക്കുന്നവനെ തന്നെ ഞാൻ കൊല്ലും. ചിത്രപ്പഴം നോക്കത്തില്ല. നീയൊക്കെ എന്തോത്തിന് കടന്ന് ഈ സ്നേഹം കാണിക്കുവാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ കയ്യിൽ കിടക്കുന്ന ഈ സ്വർണം കണ്ടിട്ടാ നിന്റെ രണ്ടിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായി. എടാ മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വർണത്തില് ഒരു 1/4 ഭാഗം ഞാൻ ഇവന് കൊടുക്കും. കാരണം കുറച്ച് കൂടുതൽ കാലം ഇവനാ എന്നെ നോക്കിയത്. ബാക്കിയുള്ളത് നീ നിന്റെ അനിയനും കൂടെ അങ്ങ് വീതിച്ചെടുത്തോണം. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഓരോരോ വൃദ്ധസാധനങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ അവിടോട്ടം കാണുമ്പോ ഞാനങ്ങ് ജീവിക്കും എന്നൊക്കെ ഞാൻ പറയണമെങ്കിൽ ഈ കാർത്തിയായനും എന്റെ കെട്ടിയോൻ ജീവിച്ചിരുന്ന കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാ ഈ സ്വത്തും പണവും എല്ലാം. ഇതൊന്നും കണ്ടോരത്തരും മോഹിക്കണ്ട. ഇടുക്കിയിൽ എനിക്കൊരു വീടുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി താമസിക്കും. അവിടെ ആരാണോ എന്നെ വന്ന് നോക്കുന്നത് അവർക്കുള്ളതാ ഈ സ്വർണവും പണവും എല്ലാം. താണ്ടേ കൂടുതലും നിന്റെ അപ്പൂപ്പൻ ഇതെനിക്ക് പാക്ക് ചരണ്ട തന്നതല്ല, നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താനും കൂടെ തന്നതാ. ഓർത്തോ? എന്റെ സൂര്യശ്രീ ചേച്ചി, പല ടൈപ്പ് അമ്മൂമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും തഗ്ഗുള്ള, ഇത്രയും ധൈര്യമുള്ള ഒരു അമ്മൂമ്മയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കാര്യക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അസീസിക്ക ശങ്കള, ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇതൊരു കോമഡിക്ക് വേണ്ടിയല്ല, ഇത് ഐറ്റം വേറെ എന്ന് ഇപ്പോൾ പല സ്കിറ്റുകളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമൂഹത്തിൽ നടക്കുന്ന പല പരിപാടികളും എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്കിറ്റ്, പണ്ടത്തെ സ്കിറ്റുകൾ കൗണ്ടറിന് വേണ്ടി അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി അല്ല ഇപ്പോൾ നമ്മൾ സ്കിറ്റുകൾ ചെയ്യുന്നത്. അതിലുപരി ഭയങ്കര ഇമോഷൻസ് ഉണ്ടായി. അവിടെ നിന്ന് പെട്ടെന്ന് സൂര്യശ്രീ കത്തിയെടുക്കുന്നു, മാസ് ഡയലോഗുകൾ അടിക്കുന്നു. സൂര്യശ്രീ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. കാരണം പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും ടൈം നമ്മൾ സാധാരണ സിനിമയിലോ സീരിയലിലോ മറ്റുള്ള എന്താണെങ്കിൽ പോലും കട്ട് ചെയ്തെടുക്കുക, വോയിസ് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഡബ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഇത്രയും ലെങ്തിൽ ഒരു സ്കിറ്റിൽ ഈ വോയിസ് ഇങ്ങനെ ഒരു വേരിയേഷൻ പോലും മാറാതെ കൗണ്ടറിനനുസരിച്ച് ആ കറക്റ്റ് മീറ്ററിൽ പോയ ഒരു ഗംഭീര ആക്ടറാണ്, ആക്ട്രസ്സാണ് അത്.
ഒരു രക്ഷയില്ല. പിന്നെ രാജേന്ദ്രൻ താനി ഇടുക്കിക്കാരനായ അതെ, ഒരു കറക്റ്റ് കർഷകൻ. ഞങ്ങൾക്ക് ഫീലായി നിങ്ങൾ ആ ഇടുക്കി മറ്റേ ഏലത്തിന് വെറുതെ പോകുന്നത്, മറ്റേ മഞ്ഞൾ എടുക്കാൻ പോകുന്നത്, പറിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ സാധനം കറക്റ്റ് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ഇടുക്കിയിൽ എത്തിച്ചു കളഞ്ഞു. ഇടുക്കിയിൽ അങ്ങനെ ഒരു വീടുണ്ടെന്ന് ഞങ്ങൾക്ക് ഫീലായി. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അപാരം സപ്പോർട്ട് ചെയ്തോടാ. രണ്ടുപേരും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി കളഞ്ഞു. 3 പേരും പറയാൻ വാക്കുകളില്ല. ഇനി ഇങ്ങനെയുള്ള സ്കിറ്റുകൾ കൊണ്ടുവരിക നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഏറ്റവും കൂടെ ഇപ്പം വീടുകളിനേക്കാളും വൃദ്ധസദനത്തിലാണ് നമ്മളെ മാതാപിതാക്കളെല്ലാം കിടക്കുന്നത്. അവിടെ സ്വത്തുക്കളെല്ലാം വാങ്ങി അവരെ ഉപേക്ഷിക്കുക. അങ്ങനെ ഇപ്പം തന്നെ ഒരുപാട് മീഡിയയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾക്ക് ഈ ഒരു സ്കിറ്റ് പാഠമാകട്ടെ. അവർ കണ്ട് ഇനിയെങ്കിലും മാതാപിതാക്കളെ നോക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിലുപരി വേറെ ഒന്നും പറയാനില്ല. ഗംഭീരം, അതിഗംഭീരം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാര്യം സിനിമയ്ക്ക് എഴുതുന്ന പോലെ എഴുതി വെച്ചിരിക്കുക, ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ 3 പേരുടെ ഓരോരുത്തർ റേഞ്ച് എന്താണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ ആ സ്ക്രിപ്റ്റ് എഴുതിയതിൻ്റെ മേളിലാണ് നിങ്ങൾ ഇന്ന് ആക്ട് ചെയ്തത്. ഇന്നത്തെ പന്ത് സൂര്യശ്രീയുടെ കയ്യിലായിരുന്നു. സൂര്യശ്രീയാണ് ഈ സ്കിറ്റ് കൊണ്ടുപോയതെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സൂര്യശ്രീ വീണ്ടും ഒന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ ഒന്നുകൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാര്യം അതിലുണ്ട് കഴമ്പ് അവിടെ കിടപ്പുണ്ടെന്നറിയാം. അപ്പോൾ ആ മുത്തശ്ശി വീണ്ടും വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അത്ര മനോഹരമായിട്ട് സൂര്യശ്രീ ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും നന്നായി ചെയ്തത് ഇന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതിൻ്റെ മാനരസങ്ങളും ആ ഡയലോഗ് മോഡുലേഷനും ഒക്കെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ചെയ്തു. അത് ആദ്യത്തെ ആ ഗുളിക മാറ്റി വെക്കലും അങ്ങോട്ട് വെക്കുന്ന അതിനുള്ളത് ഇതിനുള്ളത് ഇത് 1 മണിക്കൂർ ഞാൻ തെറി വിളിക്കാതിരിക്കും. അത് ഗംഭീര സാധനം കേട്ടോ. കാര്യം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ 1 മണിക്കൂർ ഇങ്ങോട്ട് തെറി പിടിക്കാൻ പറ്റിയല്ലോ. ആ കാര്യങ്ങളൊക്കെ അതാ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ മനോഹരമായിരുന്നു. അതേപോലെ രാജേന്ദ്രൻ ചെയ്തതിലും വെച്ച് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു ഇത്. രാജേന്ദ്രൻ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് പറഞ്ഞ പോലെ നമുക്ക് ആ നാട്ടിൽ നിന്ന് വന്ന ഒരാളായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഇനി ആ പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞ് ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി, ദൈവം ഇനി വേറെ പുതിയ സ്പോട്ട് കണ്ടുപിടിക്കണമല്ലോ. അത് അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അതുവരെ നമ്മൾ ക്യാച്ച് ചെയ്തു. അതാണ് നമ്മൾ അത്രയും ശ്രദ്ധ ആ മുത്തശ്ശിയിൽ കൊടുത്തതെന്നുള്ളത്. അപ്പം അത്ര മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അപ്പോൾ 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഗംഭീര അഭിപ്രായം പറഞ്ഞു. ഇനി പ്രചോദനം എന്താ പറയുന്നത്? സൂര്യശ്രീ, വിഷ്ണു, രാജേന്ദ്ര അടിപൊളി 100 സൂര്യശ്രീയുടെ അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ. ഇപ്പം നസീർക്ക പറഞ്ഞ പോലെ സൂര്യശ്രീ ഇത്രയും സ്കിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും, കാര്യം നമ്മൾ പലതിനകത്തും മേക്ക് ഓവർ ഇല്ലാതെ ഇപ്പം വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മേക്ക് ഓവർ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധനം തെളിയിച്ച ഒരു ഉഗ്രൻ അമ്മുമ്മയായിരുന്നു. ഉഗ്ര സ്കിറ്റായിരുന്നു. കാരണം അതിനകത്ത് പെർഫോമൻസ് പറയാൻ നമ്മൾ സൂര്യശ്രീ അവിടെ ഇരുന്നിട്ട് മറ്റേ ഗുളിക എടുത്തതിന് ശേഷം സൂര്യശ്രീ എഴുന്നേൽക്കുന്നൊരു ബോഡി ലാംഗ്വേജ് അതിനാണ് കൈ. കാരണം അത് അപ്പം തന്നെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ് എഴുന്നേൽക്കുന്നുള്ളത്. ശരിയാണ്. കാര്യം കറങ്ങിയിട്ട് അതായത് ഒരു വേറൊരു മൂഡ് പിടിച്ചത് കറങ്ങി വന്നതിന് ശേഷം അവിടെ തൊട്ട് ടേക്ക് ഓഫ് ആയി. അത് പിന്നെ നമുക്കറിയാൻ പറ്റും ഈ പല മുത്തശ്ശിമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. പലയിടത്തും ഇത് ഈ ഒളിപ്പിച്ചൊക്കെ വെക്കും. ആ ഒളിപ്പിച്ച് വെച്ചൊരു സാധനം ഇവിടെ തുറന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ മ്യൂസിക് കൂടെ വന്നപ്പോൾ നമ്മൾ ആ ലോകത്തേക്ക് പോയി. അതാണ് അത്രയും കയ്യടി ഇവിടെ കിട്ടിയത്. ആ പാട്ട് ആപ്റ്റ് പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്വർണ്ണമൊക്കെ ഇട്ട് കാര്യം ഇത് ഇവരുടെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യത്തിൻ്റെ ക്ലൈമാക്സ് ആണ് വേറെ പറയുന്നത്. അതിന് ശേഷമാണ് രാജേന്ദ്രൻ എൻട്രി. രാജേന്ദ്രൻ എന്ന സ്റ്റൈലായിരുന്നു. രാജേന്ദ്ര ഇങ്ങനൊരു മകൻ വന്നതിന് ശേഷം രാജേന്ദ്രനെ ചേട്ടനെ ആരെയും അടിച്ചു. കാര്യം നമ്മൾ പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു വേണ്ടിയിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബിൽഡപ്പാണ്. പിന്നെ ക്ലൈമാക്സ് സൂര്യശ്രീ ഗംഭീരമായിട്ട് പറഞ്ഞു തീർത്തു കേട്ടോ. അതായത് സെന്റിമെന്റ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ സെന്റി ആയിരിക്കും, മെസ്സേജ് ആയിരിക്കും, നമ്മളിങ്ങനെ നോക്കിയിരിക്കാൻ എന്നൊക്കെ ഞാൻ പറയണമെങ്കിൽ എന്ത് പറഞ്ഞൊരു ട്വിസ്റ്റായിരുന്നു. പക്ഷേ അതൊക്കെ പാളിപ്പോയ തീർന്ന ആ സാധനം. അപ്പോൾ ഇന്ന് നിങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ചിരി നിർത്തിയിട്ടില്ല എന്നുള്ള അത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. ഇനിയും ദൈവം ഒരുപാട് നല്ല സ്കിറ്റുകൾ നിങ്ങളുടെ തരട്ടെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾ ചെയ്യട്ടെ, മാർക്ക് ഒരുപാട് സ്കോർ ചെയ്യട്ടെ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു കാരിക്കാർ. അയ്യോ നല്ല കമന്റ്സ് അല്ലേ. അപ്പം എങ്ങനെയാ നമുക്കൊരു 5 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ചോദിച്ചു നോക്കാം. അസീസിക, എത്രയാണ് ഇവർക്ക് നൽകുന്ന തുക? 20,000. അടിപൊളി. പ്രചോദേട്ടാ? ഞാൻ കുറയ്ക്കുന്നില്ല. ഞാൻ 2,000 കൂട്ടി 22,000.
22,000 42,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. നമ്മൾ ഒട്ടും വെച്ച് വൈകിപ്പിക്കുന്നില്ല. ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട് നസീറക്കയോട് ചോദിക്കാം. ബാക്കി ഇതാ സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ആദ്യം നമ്മുടെ മുത്തശ്ശിക്ക് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം അല്ലേ? മുത്തശ്ശിയാണിത് കൊണ്ടുപോയത്. ഏറ്റവും ഒരു കാര്യം പറയാം മീനാക്ഷി. സൂര്യശ്രീ ആദ്യമായിട്ട് സെന്റർ കളിച്ചൊരു സ്കിറ്റാണ് 80,000 സിൽവർ പഞ്ച്. ഈ സ്കിറ്റിന്റെ നായികയാണ് സൂര്യശ്രീ. പറ. ഒരുപാട് സന്തോഷം. ഇതില് ഈ സ്കിറ്റ് ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്നതെല്ലാം ശശാങ്ക ചേട്ടനാ. അതിന്റെ മാനസങ്ങളായാലും ഒക്കെ പുള്ളി പറഞ്ഞു തന്നതൊക്കെ ഞങ്ങൾ ഇവിടെ കാണിച്ചത്. പിന്നെ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം. ഈ ഫ്ലോറിൽ ഇതുപോലെ ചെയ്യാൻ പറ്റിയത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ ഇപ്പൊ സന്തോഷം. വിഷ്ണു പറ. ചേട്ടാ, സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും കുറഞ്ഞു പോകും. അതിലുപരി ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു മനസ്സുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വേദി നിൽക്കുന്നത്. കാരണം ഞാൻ ആദ്യം ദൈവത്തിനേക്കാളും ഉപരി ആദ്യം ഞാൻ നന്ദി പറയുന്നത് രാജേഷ് ചേട്ടനും ശശാങ്ക ചേട്ടനും അർജുൻ സാറിന് നന്ദി പറയുന്നത്. അത് ഞാൻ മനസ്സിൽ നിന്ന് പറയുന്നത് നന്ദിയാണ്. കാരണം ചേട്ടാ, ഒരുപാട് നാൾ സ്ട്രഗിളിൻ്റെ അങ്ങേയറ്റം നിന്നൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. സ്കിറ്റുകൾ വേണമെന്ന് വെച്ചിട്ട് താന്നു പോകുന്നതല്ല, എന്തോ പറ്റിപ്പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കി എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചതും സ്കിറ്റ് തുടക്കം തൊട്ട് അവസാനം വരെ ഈ ഫ്ലോറിൽ കയറുന്ന വരെ സഹായിച്ചതും ഞങ്ങളുടെ ശശാങ്കൻ ചേട്ടനാണ്. അപ്പം അത് ഇങ്ങനെ ഒരു സിൽവർ ഞങ്ങൾക്ക് ഇവിടെ മേടിച്ച് തന്നതിന് ഞാൻ എൻ്റെ മരണം വരെ ശശാങ്കൻ ചേട്ടനെ മറക്കത്തില്ല. ഉറപ്പായിട്ടും അതിനെ എനിക്ക് ഹൃദയത്തിലുണ്ടാവും. പിന്നെ എൻ്റെ ഒപ്പം നിന്ന ഇവിടെ ഞാൻ ഈ പഞ്ചടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ, അവരൊരുപാട് ഒറ്റക്കെട്ടായിട്ട് എന്നോട് പറഞ്ഞ എടാ ഈ സ്കിറ്റ് നീ പഞ്ചടിക്കണം. എല്ലാവരും എടുത്തു പറയാനാരും പേര് പറ്റില്ല, എല്ലാവരും ഉണ്ട്. വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഒത്തിരി അമ്മ പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഈ അവസാന നിമിഷം പോലും കയറുമ്പോഴും വിളിക്കുകയെന്ന് വീട്ടിൽ നിന്ന്, എന്തായി കയറിയോ. അപ്പം ഇത് വിളിച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പൊ വിശ്വാട്ട ഇനി അമ്മയെ വിളിച്ചിട്ട് പറയാം സിൽവർ പഞ്ച് അടിച്ചു 80,000 നിന്ന്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻ രാജേന്ദ്രൻ. പറടാ. വെള്ളം വേണം, ഇത്തിരി വെള്ളം. ചേട്ടാ ഓക്കെ അല്ലേ? വേണ്ട, ഓക്കെ ആയോ? നമുക്ക് സംസാരിക്കാം. അല്ല മീനാക്ഷി, ഇത് രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കിറ്റ് എന്ന് പറയുന്നത് രാജേന്ദ്രൻ്റെ ലൈഫ് തന്നെയാണ്. കാരണം രാജേന്ദ്രനെ വളർത്തിയത് രാജേന്ദ്രൻ്റെ വീട്ടിലൊരു അമ്മമ്മയുണ്ട്. സ്വന്തം അമ്മമ്മയല്ല, അത് അച്ഛനും അമ്മയും പോയപ്പോൾ രാജേന്ദ്രനെ എടുത്തു വളർത്തിയ ഒരമ്മമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പ് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം രാജേന്ദ്രന് കണക്റ്റായി. കണക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ നമ്മളിത് പഞ്ചടിച്ചതിന് ശേഷം ഉത്തരം പറയാൻ പറഞ്ഞപ്പോഴും രാജേന്ദ്രൻ മനസ്സിലേക്ക് ഓടിയെത്തിയ അതാണ്. പറഞ്ഞു രാജേന്ദ്ര. ഒന്നുമില്ല. ഒരു സമയം കൊണ്ടുവരണോടാ നമ്മൾ ഫ്ലോർ. അതെ, കൊണ്ടുവരില്ലേ? അമ്മയ്ക്ക് നടക്കാനൊക്കെ പറ്റുമല്ലേ? മരിച്ചുപോയി. ആണോ? അതാ. ഇപ്പം രാജേന്ദ്രൻ ഒറ്റയ്ക്ക്. ഓ ശരി. അമ്മയുടെ പേരെന്തായിരുന്നു രാജേന്ദ്ര? തങ്കമ്മ. വല്യമ്മ. തങ്ക. ഓക്കെ ചേട്ടൻ ഓക്കെ, നമുക്ക് അടുത്ത തവണ സംസാരിക്കാം. കാര്യം ഈ നമ്മൾ ഒരു സ്കിറ്റ് അല്ലേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തൊടുക എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിപ്പോൾ. അതൊരു ഭയങ്കര ഫീലാണ്. കാര്യം ആ ഒരു സ്കിറ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് കണക്റ്റായി എന്നുള്ള. ഇതിന് മുമ്പ് രാജേന്ദ്രൻ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലാസ്റ്റൊക്കെ വന്നതിന് ശേഷം വന്ന് തിരിഞ്ഞിപ്പോൾ സിൽവർ പഞ്ച് അടിച്ചപ്പോഴും ഞാൻ നോക്കിയത് രാജേന്ദ്രനെയാണ്. ഞാൻ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴും ഞാൻ എടുത്ത് ചോദിക്കുന്നു, മീനാക്ഷി പറയൂ രാജേന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയതാണ്. കാര്യം ഇത് ഭയങ്കര കണക്ഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ഓർത്തത് സിൽവർ അടിച്ചതിന്റെ ആ ഒരു ആനന്ദാശ്രുവായിരിക്കും എന്നാണ്. ഇതുവരെ രാജേന്ദ്രൻ എന്താ പറയുന്നത്, നമ്മളൊരു പേഴ്സണൽ ടോക്ക് അല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇവിടെ വന്ന് ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളുടെ ഉള്ളിൽ ഒരുപാട് തീയായിട്ട് വന്ന് ചിരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്.
അത് നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങാത്തത് കൊണ്ടാണ് എന്താണ് ഏതാണെന്ന് നമ്മൾ ചിലതൊക്കെ നമ്മൾ തിരക്കാറുണ്ട്, ചിലതൊക്കെ കുറച്ചൊക്കെ ഉള്ളിൽ വെച്ചേ നമ്മളോട് സംസാരിക്കാറുള്ളൂ. പല അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഇങ്ങനെ കൊണ്ട് കളയുന്നുള്ള ഒരു കാലമല്ലേ ഇപ്പം? അതെ അതെ, അതെങ്ങനെ ഫീൽ ചെയ്തു? അങ്ങനെ കൊണ്ട് കളയുന്നവർക്ക് അടുത്തത് അവരുടെ ഊഴമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരും വയസ്സാവും. അതെ. അല്ല, ഞാൻ ഇത് തുറന്നു പറയുന്ന മീനാക്ഷി, ഇപ്പോൾ വിഷ്ണു പറഞ്ഞൊരു ഡയലോഗുണ്ട്. കാര്യം നമുക്ക് ഇവിടെ ഓരോരുത്തരും മാർക്ക് സ്കോർ ചെയ്യണം, പഞ്ചടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ കൂടിയാണ്, നമ്മുടെ സഹപ്രവർത്തകർ കൂടിയാണ്. അതെ. അപ്പോൾ അവർ അത്രയും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി. നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റ്, അതൊരു വലിയ മനസ്സാണ്. അത് അധികം കാണാത്തൊരു ഇതാണ്. അത് ഞാൻ ഇവിടെയാണ് അധികം കണ്ടിട്ടുള്ളത്. ആ ഒരു ബ്രദർഹുഡ്, അതിനെല്ലാ ആർട്ടിസ്റ്റും വലിയ കൈയടി. രാജേന്ദ്രൻ പറഞ്ഞ എന്താന്ന് വെച്ചാ അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കൊണ്ട് കളയുന്നതിന്റെ ആ ഫീല് ഇല്ലാത്തത് കൊണ്ടാ ഫീൽ ചെയ്ത്. അങ്ങനെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളൊരു പരിപാടി തകർത്തു. അമ്മയുടെ പ്രാർത്ഥന ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ കൂടെ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നല്ലൊരു കൈ കൊടുത്തു തരാം. വല്യമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു സിൽവർ പഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കരുതാം. ആൻഡ് ഈ ഒരു സ്കിറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ, ഒരു ചക്കര ഉമ്മ. അപ്പൊ എന്തായാലും സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഒരുപാട് പഞ്ചുകൾ അടിക്കാൻ സാധിക്കട്ടെ. ഇനി ഒരു പഞ്ച് അടിച്ച് വരുമ്പോൾ സംസാരിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതിപ്പോ AI-യുടെ കാലമല്ലേ, അപ്പൊ അത് റിലേറ്റ് ചെയ്തൊരു സ്കിറ്റ് എടുത്താലോ നമുക്ക്? അപ്പൊ ഒരു ഗംഭീര ഐറ്റമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ ശ്യാം ചേട്ടൻ, ശ്യാം കടക്കാവൂർ, സെൽവരാജ് ചേട്ടൻ ആൻഡ് മനുകുമാരി ചേട്ടൻ. വേറെ സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും കൊടുത്തു. അയ്യോ, ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. ഒരുപാട് സന്തോഷം. ഹലോ, മിഠായി കഴിക്കൂ. വേണ്ട. എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇല്ല. ഷുഗർ ഉണ്ടോ? ഇല്ല. ആ എഴുതി വെച്ച എന്തെങ്കിലും അസുഖം? ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തോ ഉണ്ട്? എനിക്കൊരു വൈദ്യശാലയുണ്ട്, ഇതൊക്കെ ചികിത്സിക്കുന്ന വൈദ്യശാലയുണ്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഈ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം എന്തോ നിങ്ങൾ. അപ്പൊ ഞാൻ കഞ്ഞൂടി ജീവിക്കരുത്. ഇതെന്തോ വർത്താനാണ് പറയുന്നത്? എന്തോ വർത്താനം? ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫ്രണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ കെട്ടിവെക്കരുതെന്ന് പറയാൻ താനാരാണ്? പിന്നല്ലാതെ എടോ, ഇതിപ്പോ നൂതനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മനസ്സിലായി, ഞാൻ നൂതനമായി ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ ഒരു ബിസിനസ് മാത്രമല്ല, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഞാനിപ്പോ ഈ തലയിൽ മുടി വെച്ച് പിടിപ്പിക്കുന്നില്ലേ, അതിന്റെ ഒരു സംഭവം തുടങ്ങാനായിട്ട് പോവുകയാണ്. മുടി വെച്ച് പിടിപ്പിക്കും. 1 ലക്ഷം രൂപയാണ് മുടി വെച്ച് പിടിപ്പിക്കുന്നത്. ഈ സാധാരണക്കാരുടെ കയ്യിൽ ആരെങ്കിലും ഇരിക്കുന്ന 1 ലക്ഷം രൂപ? അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് തവണ വ്യവസ്ഥകളായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ തവണ മുടങ്ങി കഴിഞ്ഞാല് ഓരോ തവണ ഞാൻ ചെന്നാ വെച്ച മുടിങ്ങ് പറിച്ചു. അല്ല പിന്നെ നമ്മൾ പറട്ടെ, നമ്മൾ എപ്പോഴും ന്യൂ ജനറേറ്റിക് ആയിട്ട് ചിന്തിക്കണം. അതാണ് വേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ എന്താ തന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എന്താ, ഇവിടെ നിങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയ തൊട്ട് ശരിയായില്ല. എടാ, ഞാനൊരു കാര്യം പറട്ടെ, ആ വൈദ്യശാലയെന്നല്ലേ പറഞ്ഞത്? ഈ വൈദ്യശാലയൊക്കെ ഇപ്പൊ അപ്ഡേറ്റഡ് അല്ല. ഈ വൈദ്യശാലയൊക്കെ അങ്ങ് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പൊ തുടങ്ങാൻ പറ്റിയ സംഭവമാണ് സ്പാ. സ്പാ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഓട്ടമായിരിക്കും. സ്പാ തുടങ്ങിയവരൊക്കെ ഇപ്പൊ ഓടിക്കോണ്ടിരിക്കുകയാണ്. സ്പാ ഞാൻ തുടങ്ങുന്നത്. എടോ, ഈ വൈദ്യശാലയെ കുറിച്ച് എനിക്ക് എന്തറിയാം? എടോ, ഒരു കരിപ്പോട്ടിയിട്ട് തിപ്പലിട്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പനി പമ്പ കിടക്കും, അറിയാം? പിന്നെ എത്ര ഹൈടെക് ഹോസ്പിറ്റലിൽ പിറന്ന കൊച്ചുങ്ങളായിരുന്നാലും അവർക്ക് ഓരോ മരുന്ന് ഉരച്ചു കൊടുക്കുന്നതേ എന്റെ വൈദ്യശാലയിൽ കൊടുക്കുന്നതാ. അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യം. എന്നിട്ട് ആ ഓരോ മരുന്ന് ഉരച്ചായിരുന്നു? ഇല്ല. എന്നാ പിന്നെ അവിടെ പോയി ഉരച്ചാ പോരെ. ഇവിടെ വന്ന് എനിക്കിട്ട് ഉരക്കാൻ എന്താ? ഞാനൊരു ഡോക്ടറാണ്, മനസ്സിലായോ? ഡോക്ടർ, നിങ്ങൾ വ്യാജനാണ്. ഈ സാധനം കണ്ട, ഇത് ഞാൻ മാങ്ങ പറിക്കാൻ കൊണ്ട് കിടക്കുന്നതല്ല. പിന്നെ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ്, ഇത് ഞാൻ ചാക്കിലോട്ട മത്സരത്തിന് നേടിയിട്ട് കിട്ടിയതല്ല. ഇത് ഞാൻ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് ആണ്, മനസ്സിലായോ? അപ്പൊ എന്നെ സംശയിക്കാനായിട്ട് നിൽക്കരുത്, മിസ്റ്റർ ബ്ലഡി ഫോൾ. അല്ല, ഇത് ഈ ഫ്ലെക്സ് ഞാൻ അടിച്ചു വെച്ച ഫ്ലെക്സ്. അപ്പൊ ഇതിലിരിക്കുന്ന ആള്, ഈ നിൽക്കുന്ന ആള്, ഇത് ഞാൻ AI-യിൽ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാണ്. ഇങ്ങനെ ഒരാളില്ല. ഇങ്ങനെ ഒരാളുണ്ട്. എന്തോ വർത്തമാനോട് പറയുന്നത്? AI-യിൽ ഇങ്ങനെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത അങ്ങനെ ഒരാളില്ലെന്ന്. എടോ, ചന്ദ്രോത്ത് ചന്ദ്രൻ സീരിയൽ നടൻ, ഇയാൾ അറിഞ്ഞോളൂ. ചന്ദ്രോത്ത് ചന്ദ്രൻ, എനിക്ക് ഈ സീരിയൽ നടനെ കാര്യമൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരാൾ ഇല്ല. അല്ല, അതൊക്കെ പോട്ട്. ഈ ഒരെണ്ണം മാത്രം ഇവിടെ വെച്ചോളാം. ഈ ഒരെണ്ണം മാത്രം വെച്ചിട്ട് എനിക്ക് കണ്ടോണ്ടിരിക്കാനാണ്? ഞാൻ ഈ നാട്ടിൽ മൊത്തം വെച്ചിട്ടുണ്ട്. പോരാത്തൊരു KSRTC ബസ്സിൽ ഇതിന്റെ പടം അടിച്ചു വെച്ചിട്ടുണ്ട്. ഗോപി, എന്റെ റൂമിന്റെ ഫ്രണ്ടിൽ എന്തിനാണ് നീ ഉരുളിൽ ഈ ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കേണ്ട കാര്യം എന്തെന്ന് ഉപ്പിട്ട്? എന്തോന്ന്? ഞാൻ കയറിയിരിക്കാനാ? ഞാൻ എന്തിനാ അതിൽ കയറിയിരിക്കണം? നീ കയറിയിരി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത അനുകമ്പ വെക്കരുത് കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കാതെ, ഈ ഡോക്ടർ സുബോധൻ ആരാണ്?
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സുഖമായിട്ടിരിക്കുന്നു. അതൊക്കെ ഇരിക്കുന്നു. അപ്പൊ വന്ന കാലം ഇരിക്കാതെ നിൽക്കൂ. ഇരിക്കേണ്ട ആൾക്കാർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, നിൽക്കുന്നവർ മാത്രമാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം? എന്താണ്? അല്ല, ഈ മുഖം ഓർമ്മയുണ്ടോ? ഈ മുഖം ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പരിചയമൊന്നും തോന്നില്ല. എന്താ അസുഖം? അതാ എനിക്കും ചോദിക്കാതെ. തനിക്ക് എന്തിന്റെ അസുഖമാണ്? തനിക്ക് എന്തിന്റെ അസുഖമാണ്? എനിക്കെന്താ ദാ ഈ ഫോട്ടോ ഇതുപോലെ അടിച്ച് നാട്ടിൽ മൊത്തം വെക്കേണ്ട കാര്യം എന്തോ? കണ്ണിക്കണ്ട പോസ്റ്റിൽ വരെ എന്റെ ഫോട്ടോ അടിച്ച് വെക്കേണ്ട കാര്യം എന്തോ? എന്റെ ഫോട്ടോയാ? പിന്നെ എടോ, ഇത് AI ഉണ്ടാക്കിയതാണ്. തടത്തിൽ ദിവാകരൻ, കല്ലമ്പലം, കൊല്ലം പിയോ. അതാരാ? എന്റെ അച്ഛനും ഞാനും അറിയാതെ ഇത് ആരുണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. ആരുണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത്? എടോ, താനിത് എന്താ വർത്താനം പറയുന്നത്? താൻ ഈ കുറെ നേരമായിട്ട് പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഇത് ഞാൻ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ആ വിദ്യയിൽ അടിച്ചു വെച്ച സാധനമാണ് ഇത്. അത് പോട്ടെ. നിനക്ക് താഴെ എഴുതി വെച്ചേക്കുന്ന എന്തോടാ? അത് ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്റെ അടുത്തൊന്ന് പറഞ്ഞു. പറഞ്ഞോ തന്റെ അടുത്ത്. എടോ, താൻ കുറെ നേരമായിട്ട് സീരിയല് തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. താൻ ആരാ? ഇടോ, നല്ലൊരു സീരിയൽ നടനാണോ? എന്നെ ഇപ്പൊ ലൊക്കേഷനിൽ അറിയപ്പെടുന്നത് എന്തോന്നറിയോ? ഇരുത്തം വന്ന നടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇരുത്തം വന്ന നടൻ. എനിക്ക് തന്നെ അറിഞ്ഞൂടെന്ന്. താൻ എന്തോട് സംസാരിക്കുന്നു? ചന്ദ്രോത്ത് ചന്ദ്രൻ അറിയത്തില്ലെന്നോ? എടാ, 7 മണി തൊട്ട് 10 മണി വരെ പ്രൈം ടൈം ചന്ദ്രോത്ത് ചന്ദ്രന്റെ കയ്യിലാ. അതറിയാമോ? ഇദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാക്ക വളയും നടക്ക് പെണ്ണുങ്ങൾ വളയും. അവന്റെ വില നെയ്യപ്പം വല്ല ഇരിപ്പോ? നെയ്യപ്പോ? അതല്ല പറഞ്ഞത്. സാറിന്റെ ഏറ്റവും ഹിറ്റായ ഒരു സീരിയൽ അറിയാമോ? അമ്മായി വെച്ച അവിയൽ. 100 എപ്പിസോഡ് പോയിട്ട് അത് നിർത്തി വെച്ചേക്കുവാ. എന്തുകൊണ്ടാ? ആ അവിയൽ വളിച്ചു കാണും. അതാണ് ഞാൻ പറഞ്ഞത്. ഏതാ അതിന്റെ 2ാം ഭാഗം എടുക്കാൻ വേണ്ടി അത് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് സാറും നായികയും കൂടെ മൂന്നാറിൽ 3 മാസം റൂം എടുത്ത് ഭയങ്കര ചർച്ചയായിരുന്നു. ഇത് സാറിന്റെ പെണ്ണ് കണ്ടുപിടിച്ച് യൂട്യൂബിൽ ഭയങ്കര സാർ അഭിനയായിരുന്നു. അയ്യോ, ഇത് എന്റെ ഭാര്യ അല്ലായിരുന്നു. ഇത് എന്റെ ഭാര്യ എങ്ങനെ വന്നുവിടാ? ഞാനിതൊന്നും അറിഞ്ഞതല്ല ഒന്നും പറഞ്ഞ് ഭയങ്കര അഭിനയം സാർ. ഏതാടാ നീ? ഞാൻ വൈദ്യശാല മറ്റേ അവിടെ. ഏത് വൈദ്യശാല? നീലപ്രങ്കാതി നിന്റെ കൊട്ടൻ ചുക്കാതി ഞാൻ ചരിച്ചായി. നിന്നെ വിളിച്ചാളെ ഇവിടെ. എന്നെ ബൂസ്റ്റ് ചെയ്യാൻ നിന്നെ വിളിച്ചോ? ഇവിടെ നിന്നെ വിളിച്ചോ? ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ മര്യാദക്ക് എനിക്ക് നഷ്ടപരിഹാരം തന്നേക്കണം. സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ സീരിയലൊന്നും കാണാറില്ല. പിന്നെ ഭാര്യ കാണും. അയ്യോ, ഭാര്യയിലെ കാമുകനല്ലേ ഞാൻ? അപ്പൊ നീയാണോ എന്റെ ഭാര്യ എടുത്തിട്ട് കോളിംഗ് ബെല്ല് കണക്കിന് ഉമ്മ വിളിച്ചോണ്ടിരിക്കുന്നവൻ? അതല്ലെന്ന്, ഭാര്യ സീരിയലിലെ കാമുകനല്ലേ ഞാൻ? അട്ടുമാറി പുട്ട് തിന്നവൻ എന്ന് പറഞ്ഞ സീരിയലിൽ 8 കുറ്റി പുട്ട് തിന്നിട്ട് ഞാൻ ശ്വാസം വിടാതെ ഒരു ഡയലോഗ് ഉണ്ട്, അറിയോ? എന്തുകൊണ്ടാ? വിശന്നിട്ടായിരിക്കും. വിശന്നിട്ടാ? എടാ, ആവണക്കണ്ണെ പൊക്കോളാം. വിശന്നിട്ടാണെന്നോ? ആ ഡയലോഗ് നാട്ടിപ്പാട്ടാന്ന്. ആ ഡയലോഗ് നാട്ടിപ്പാട്ടാ. നിങ്ങൾക്ക് അറിയോ എന്റെ വീട്ടിലെ അവസ്ഥ? പിണങ്ങിയിരുന്ന അമ്മാവന് വന്നത് 4 കുട്ട താറാമുട്ടായിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അതിന്റെ ആവശ്യം എന്താ? ഇത്രയും താറാമുട്ട കാര്യം എന്താ? എനിക്ക് അതിന്റെ ആവശ്യം എന്തോ? അല്ല, നല്ലതല്ലേ? നല്ലെങ്കിൽ നീ വാരത്തിനല്ല, നല്ലതല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയുവാണ്. ഈ സമയത്ത് ഇങ്ങോട്ട് ക്ലിനിക്കിലോട്ട് രോഗികൾ വരുന്ന ടൈമാണ്. ഈ സമയത്ത് നിങ്ങൾ ഈ ഫ്ലെക്സിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ബഹളം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇറങ്ങി പോടാ. ഇതടിച്ച് അതിൽ വെച്ചാ മതിയായിരുന്നല്ലേ? ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് ഞാൻ പറഞ്ഞല്ലോ AI ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോട്ടോയാണ്. ഇപ്പൊ ഒരാളുടെ മുഖച്ചായുള്ള 7 പേരുണ്ട്. ഇനി 6 പേര് നഷ്ടപരിഹാരം ചോദിച്ചോട്ട് വന്നാൽ ഞാൻ അവർക്ക് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. അത് തന്നെയല്ല, ഞാൻ ഇതിന്റെ ഫ്ലെക്സ് അടിച്ച് എന്തോരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് അത് കീറിക്കളയെന്ന് പറഞ്ഞാൽ അത് എനിക്കെന്തും മാത്രം കാശുണ്ടാക്കാൻ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനങ്ങ് തമിഴ്നാട്ടിലും ഇതിന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ ഫ്ലെക്സ് തന്നെയാണ് ഞാൻ തമിഴ്നാട്ടിലും കൊണ്ട് വെക്കാൻ പോകുന്നത്. സൺ TV പോലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. അതല്ലേ ഈ സീരിയൽ സാർ ഒന്ന് ചെയ്യും. താറിട്ട റോട്ടിൽ ഇരുന്ന് നിരങ്ങും. ഞാൻ എന്ത് ചെയ്യാൻ? കുഴപ്പം ഞാൻ എന്ത് ചെയ്യാൻ? നീ ചോദിക്കേണ്ട കാര്യം എന്തോ? ഇതേപോലെ ഒരു നടന അവസ്ഥ വന്നിട്ടുണ്ട്. എന്തവസ്ഥ? ബോംബെയില് ഗ്രിഗറി എന്ന് പറയുന്ന നടനം ആ നായികയായിട്ട് ഗോസിപ്പ് എന്റെ ഒരു ഫ്ലെക്സ് എഴുതി ഒട്ടിച്ച് എന്റെ ഒറ്റമൂലി ഉണ്ടല്ലോ, ഒറ്റമൂല് കഴിച്ചിട്ട് ഞാൻ ബോംബെ ആ ഫ്ലെക്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് എന്നിട്ടൊരു ഊത്തു. ഫ്ലെക്സ് എല്ലാം കൂടെ പറന്നങ്ങ് പോയിട്ടാ സാറേ. ഒറ്റ ഫ്ലെക്സ് അവിടെ ഇല്ല. നിന്റെ അരിഷ്ടത്തിന്റെ പേര് ബാലയ്യ എന്നാണ്. അരിഷ്ടത്തിന്റെ പേര് ബാലയ്യ എന്നാണ്. നിന്റെ ഊത്ത് കഥ കൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പൊക്കോളാം. ഊത്ത് കഥ മര്യാദക്ക് സാർ നഷ്ടപരിഹാരം തരണം. അങ്ങനെ നഷ്ടപരിഹാരം തടയാനൊന്നും പറ്റത്തില്ല. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യണം സാറേ. പോലീസിനെ സാർ പോലീസ് കേസ് കൊടുത്തു. പോലീസ് കേസാവും അറിയാം. ഞാനൊരു സീരിയൽ എണ്ണ പോലീസ് കേസായി കഴിഞ്ഞാൽ ഇവന്റെ ക്ലിനിക്ക് പൂട്ടാൻ എനിക്ക് ജീവിക്കാൻ പറ്റും. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇടിയൻ ചന്ദ്രൻ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന SI ഉണ്ടല്ലോ, പുള്ളിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. പുള്ളിയെ ഇരുത്തിയ ആളാരാന്നറിയാമോ? ഞാൻ. ആ എന്നെ അയാൾ സ്റ്റേഷനിൽ കൊണ്ടിട്ട്. പോലീസ് സ്റ്റേഷൻ മാത്രമല്ലോ, കോടതി ഉണ്ടല്ലോ. നേരിട്ട് ഹാജരാവും. ഞാൻ എന്റെ കംപ്ലൈന്റ് പറയും. ജഡ്ജി ഗോപാലൻ സാർ പുള്ളി ആ കസേരയിൽ ഉറപ്പിച്ചിരുത്താൻ കാരണക്കാരൻ ആരാന്നറിയാമോ? ഞാൻ. ആ എന്നെ പുള്ളിക്കാരെ ശിക്ഷിക്കുന്നു. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം സാറേ?
നിയമത്തിന്റെ പ്രശ്നം വരെ പുള്ളിയുടെ കയ്യിൽ. സാറേ വേറൊന്നും കൊണ്ടല്ല സാറേ, ഇയാളുടെ പേര് സുബോധൻ എന്നാണ്. പക്ഷേ ചികിത്സ ലാസർ ചികിത്സയും. ലാസറിനെ നമ്മള് പൊക്കണം. പൊക്കി ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവന്റെ ക്ലിനിക്കിൽ പോകും. വീട്ടിലെല്ലാവർക്കും സുഖമൊക്കെ തന്നെ. സുഖമായിട്ട് അങ്ങനെ പോണു സാറേ. പിന്നെ ഇപ്പൊ വസ്തുവൊക്കെ എങ്ങനെ ഉണ്ട്? വസ്തു അത് 7 സെന്റ് വസ്തു തന്നെ. പക്ഷെ ലാസറിനെ പൊക്കി കഴിഞ്ഞ ക്ലിനിക്ക് പൂട്ടാം. ഈ റബ്ബർ വെക്കാൻ നോക്കണം കേട്ടോ. വരുമാനത്തിന് റബ്ബറാണ് നല്ലത്. വരുമാനത്തിന് വരുമാനം റബ്ബറാണ്, അത് വെക്കണം. പക്ഷെ ലാസർ മറക്കരുത്, നമുക്ക് ലാസറിനെ പൊക്കണം. അല്ല, നമുക്ക് ഈ സ്കൂൾ തുറക്കാൻ പിള്ളേർക്ക് തുണിയൊക്കെ മേടിച്ചോ? അല്ല, ഇനിയിപ്പോ വരുമല്ലേ വരുന്നതിന് ഒരുപാട് പൈസ, 2 മക്കളാണല്ലോ. ഈ ലാസറിനെ പൊക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ലാസർ എന്താണ് ഇവിടെ ലാസർ വന്ന കാര്യം മനസ്സിലായി എനിക്ക്. ആവശ്യമില്ലാത്ത ലാസർ അടിക്കേണ്ട കാര്യമൊന്നും. ഈ ലാസർ എവിടെ പോയി നിൽക്കും? ലാസറിന്റെ സ്ഥാനത്ത് ലാസർ അടിച്ചാൽ എവിടെ പോയി നിൽക്കും ഈ ലാസർ? അപ്പൊ നിങ്ങൾ ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റൂല? ഞാൻ മാറ്റൂല. ഉറപ്പിച്ച? ഉറപ്പായിട്ട് സാറേ. ഒറ്റ മിനിറ്റ്, ഇവരോട്ടൊരു പണി കൊടുക്കണം. ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ഞാൻ ഇപ്പൊ വരാം സാർ. നീ എന്താ ചെയ്യടാ? തരും പണി തരും. ഞാൻ ഇനി ഏത് സീരിയൽ നടനാണ് എന്ന് എടാ തന്നെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? ഏതെങ്കിലും ആൾക്കാർക്ക് അറിയാവോ? ലേഡീസ് ചേച്ചിമാർ. ഹായ് ചേച്ചിമാരെ. ഹായ് പറഞ്ഞാണ്ട് അവർക്കറിയാം. അങ്ങോട്ട് വരണ്ടാന്ന് അവർ കൈവിട്ട് കാണിച്ചതാ, കണ്ടില്ലേ? അങ്ങോട്ട് വരണ്ടാന്ന്. സാറേ എന്റെ കടയിൽ വെക്കാനുള്ള ഫ്ലെക്സ് ഞാൻ അടിച്ചു സാറേ. കണ്ടാ സാറേ? നോക്ക് സാറേ, ഇത് മാന്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സ് എന്താ നമ്മളെ കടയുടെ ഫ്രണ്ട് വൈദ്യശാലയുടെ ഫ്രണ്ട് ഇങ്ങനെ അത് കൊള്ളാം. എടോ, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് വെക്കാൻ അല്ല, ഇത് AI ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ദൈവമേ, കള്ളത്തരം പറയുന്നത് കണ്ടില്ലേ? ഇത് AI അല്ല, ഇത് ഞാൻ തന്നെ. എന്റെ ഫോട്ടോ എന്റെ അനുവാദം ഇല്ലാതെ ഇതിനകത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പൊള്ളിയില്ലേ? പൊള്ളി. അപ്പൊ ഈ സാധനം എന്തോത്രം പൊള്ളി നിനക്ക് തോന്നിട്ടുണ്ടോ? മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണം? ഞാനിപ്പോ സാറേ, വക്കീലിനെ പോലീസർ ഇരുത്തിയ എവനാ ഞാൻ ഇരുത്തിയ നാച്ചേ വരണം. സുബോധൻ എന്ന പേരും യാതൊരു ബോധമില്ലാത്ത പരിപാടി കാണിച്ചു വെക്കുന്ന ഒരു ഡോക്ടറും. സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാര്യക്കാരെടുത്ത് ചോദിക്കാം. അസീസിക്ക് എങ്ങനെ ഉണ്ടായി സ്കിറ്റ്? പൊളിച്ചടിക്കടാ. ഈ സ്കിറ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് കൈവിട്ട് പോവേണ്ട ഒരു സാധനമാണ്. കാരണം അറിയാലോ, എൻ്റെ ത്രെഡ് അറിയാലോ. പക്ഷേ ഒരു വൃത്തികേടോ അങ്ങനെ ഒരു സംഭവം കൊണ്ട് അത് വളരെ നീറ്റായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നിങ്ങളത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. ഉഗ്രൻ സ്കിറ്റ്. പിന്നെ പെർഫോമൻസ്, ഒരു അസുഖം ഇല്ലാത്തവനെ നിങ്ങൾ അസുഖക്കാരനാക്കി മാറ്റി എന്ന രീതിയിലാണ് സെൽവരാജിൻ്റെ അഭിനയം. കാരണം അങ്ങനെയുള്ള അസുഖമുള്ളവരാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത്. അതുപോലെ ശ്യാമ്, എടാ മനു, നിങ്ങൾ 3 ഒരു പൊളിച്ചടിക്കട്ടെ, ഒരു രക്ഷയില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കൗണ്ടറൊന്നും എടുത്ത് പറയില്ല. ഞാൻ സ്കിറ്റ് നന്നായാൽ ഇരുന്ന് ആസ്വദിച്ച് കാണും. പിന്നെ ഞാൻ എല്ലാം മറക്കുകയും ചെയ്യും. പിന്നെ അത് ഓർത്ത് വെച്ച് ഞാൻ പറയുകയും ചെയ്യും. എൻ്റെ ഒരു പ്രകൃതി അതാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സാധനമാണല്ലോ AI എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് പേർക്ക് പറ്റാറുണ്ട്. മൊബൈലിൽ ഇങ്ങനെ വരുമ്പോൾ 40 വയസ്സുള്ള അതീവ സുന്ദരിയായ ഒരു യുവതി വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുകയാണ്. വരന്മാരെ ആവശ്യമുണ്ട്. ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് നിൽക്കുന്ന ഇവനാണ് ഇത് എന്നോട് പറഞ്ഞത്. ആളാണ് അസീസാണ് ഇത് എന്നോട് പറഞ്ഞത്. കോഴിക്കോട് നിന്നൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ വിളിച്ച് സംസാരിച്ചതാ. ഒക്കെ വന്ന് ട്രൈ എന്ന് പറഞ്ഞ ആ നമ്പർ എനിക്ക് തന്നത്. വേറൊന്നുമല്ല, ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടിട്ട് ഏന്ന് കിടന്നപ്പോ കയറി നോക്കിയതാണ്. അപ്പോഴാണ് അയ്യേന്നായിപ്പോയത്. അപ്പം എന്തായാലും ആ ഒരു സാധനം കൊണ്ട് ഒരുപാട് നന്മയും ഉണ്ട്, ഒരുപാട് തിന്മയുണ്ട്. ആ ഒരു സാധനം എടുത്തത് നിങ്ങൾ വളരെ ബ്രില്യൻ്റായി ചിന്തിച്ചുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ. കാര്യം അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നൊരു സംഭവമാണ്. അത് ഈ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതൊരു വൈദ്യശാലയും ഒരു ഒരു ഡോക്ടറും കൂടെ അത് ഷിഫ്റ്റ് ചെയ്ത് ആ സാധനം ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് ഇതേ ഒരു അബദ്ധം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു സീരിയലിനും പറ്റിയ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഈ ഫോട്ടോ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയത് എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു. പരസ്യം കേരളം കംപ്ലീറ്റ് വന്നപ്പോഴാണ് ഇതിനുള്ള പരസ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. ആ ഒരു ത്രെഡ് നിങ്ങളെടുത്ത് നന്നായിട്ടുണ്ട്. നിങ്ങൾ വളരെ മനോഹരമായിട്ട് സെൽവൻ നിന്ന് വിളഞ്ഞ് പൂന്ത് വിളയാടുകയായിരുന്നു. സെൽവന്റെ ആ പഞ്ചാണ് ആ വിഷയത്തിന്റെ ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത്രയും ദേഷ്യമാണ് നമ്മൾക്ക് ആ പുള്ളിയോട് ഇഷ്ടം തോന്നുന്നത്. ആ ഫോട്ടോ കണ്ടില്ല, ആ കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു സ്റ്റില്ല്, അതേപോലെ ഇതിന്റെ ക്ലൈമാക്സ് കൊണ്ടുവന്ന ആ ഒരു ഫ്ലക്സും ഗംഭീരമായിരുന്നു. 3 പേരും തകർത്തഭിനയിച്ചു. അടിപൊളി. അത് ഈ
രണ്ട് ഫോട്ടോസ് മനുച്ചേട്ടനും സെൽവൻ ചേട്ടൻ ഇതിനു വേണ്ടി എടുത്താണ് ഇങ്ങനെ അതെ വികാരം ഉൾക്കൊണ്ട് അല്ല അതാ ഒരു കല്യാണ ദിവസം എടുത്തപ്പോ. സാധാരണ ക്ലൈമാക്സ് ഒരു ക്ഷാമമാണ് സെൽവന്റെ ടീമിന് വരാറുള്ളൂ, പക്ഷെ ഇതിനെ ഒരു ക്ലൈമാക്സ് പൊളിച്ചു. നന്നായിട്ടുണ്ട്, അടിപൊളി. സെൽവ, മനു, ശ്യാം 100 കേട്ടോ. നിങ്ങൾ 3 പേരും ഇതിനെനിക്ക് ത്രെഡ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചു വെച്ചു, ഇയാൾക്ക് ഇല്ലാത്ത രോഗങ്ങളില്ല, ഇയാൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റത്തില്ല. ഈ അവസ്ഥ എങ്ങനെയാണോ ആ നടന് സംഭവിക്കുന്നത് അത് നല്ല കറക്റ്റായിട്ട് സെൽവൻ അത് അവതരിപ്പിച്ചെന്നുള്ളതാണ്. പുള്ളിയുടെ മാനേജർ ഉപ്പുവെള്ളം കൊണ്ട് വെച്ചു. ഫസ്റ്റ് കോൾ അതാണ്. ഇങ്ങനെ ആരാണ് പറഞ്ഞത് ഉപ്പുവെള്ളം കൊണ്ട് താറാമുട്ട. ഇത് എങ്ങനെയാണ് ഇയാൾക്കത് അതിൽ നിന്ന് വിമുക്തമാകാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമം പുള്ളിക്കുണ്ട്. അത് സെൽവൻ നിറഞ്ഞാടി. അത് പെർഫെക്റ്റ് ആയിരുന്നു സെൽവ. നമുക്കിത് പലയിടത്തും സംഭവിക്കുന്നുണ്ട്. പല നടന്മാരുടെയും പല ഫോട്ടോസുകളും പലയിടത്തിരിക്കുമ്പം ഞങ്ങൾ ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് പോയി നമ്മുടെ പൂജിതയുടെ ഒരു ഫോട്ടോ, അത് ഈ മാർബിളിൻ്റെ ഇവിടെ കണ്ടാണ് പൂജിത പോലെ ഞെട്ടിപ്പോയി. ഏറ്റുമാൻ്റെ സൈഡൊക്കെ വെച്ച് പൂജിത ഇത് ഞാനല്ലെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ കടയിൽ കയറി അയാൾ പറയാണ് ഇത് എന്ന് കിട്ടിയാൽ പറയാം. പുള്ളി ഒഴിഞ്ഞു പറയാൻ വേണ്ടി അതാണ് ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ചിരി വന്നത്. പിന്നെ ശ്യാമിൻ്റെ ലാസർ പോയിന്റ് അടിപൊളിയാണ്. കോമ്പിനേഷൻ അത് നിസ്സഹായാവസ്ഥയാണ് പുള്ളിയുടെ. ലാസ്റ്റ് ക്ലൈമാക്സിലെന്ന് മനസ്സിലായി. അസാധ്യമായിട്ടുണ്ട്. ഒരു സാധനം കൂടെ പറഞ്ഞു, സീരിയൽ ഇല്ലാത്ത സമയം സാർ എന്ത് ചെയ്യും? റോഡിലൂടെ നിരങ്ങും. അവനങ്ങ് അസുഖക്കാരനാക്കി ആ ദേഷ്യം. പാവം മനുഷ്യൻ. എന്തായാലും നമുക്കപ്പം മാർക്ക് ചോദിക്കാം. ഒരുപാട് നല്ല കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിറയെ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്രചോദനം തുടങ്ങാം. ഓക്കെ, ഞാൻ കുറയ്ക്കുന്നില്ല. ഞാൻ ഒരു 17,000 രൂപ കൊടുത്തു. 17,000. അസീസിക്ക 19. 36,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട് നസീർക്ക. ഇനി അഥവാ 3 പേരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സക്കുള്ള പേയ്മെന്റ് ആയിരുന്നു. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. നോട്ട് ബാഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. അടുത്ത തവണ കാണുമ്പോഴത്തേക്കും പഞ്ചടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് ഗംഭീരമായിട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്റെ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഇന്ന് ജോയിൻ ചെയ്തതിൽ. അപ്പം എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിസ് ഇസ് മീനാക്ഷി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.